ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പെരുന്നാളൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ നിൽക്കാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇപ്പൊ ഉമ്മ എല്ലാവർക്കും ഒരു അസ്സലാമു അലൈക്കും. ഉമ്മാന്റെ കൊടുത്താൽ ഉമ്മമാരുടെ നമ്മളിന്ന് അങ്ങോട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാന്റെ തെറാപ്പി 5 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നാ പറഞ്ഞത്. ഒരു ദിവസം പോലും മുടക്കാതെ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉമ്മ മാറ്റി നിൽക്കാണ്. ഓട്ടോറിക്ഷക്കാരുടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് രണ്ടാളും പെരപ്പണിയാണ് ഇനി വരാൻ പോണത്. പെരപ്പണിന്റെ പ്ലാൻ നമ്മൾ കൊടുത്തിക്കണ്, 3D പ്ലാൻ ആക്കാൻ കൊടുത്തിക്കണ്. അത് ആദ്യമായിട്ടാണ് ഇപ്പൊ നോക്കണത്. രണ്ടാൾക്കും അറിയില്ല 3D പ്ലാൻ എന്താണെന്നുള്ളത്. ഇപ്പൊ രണ്ടായി വന്ന് ഇതിന്റെ കോലം എന്താണെന്ന് അറിയില്ലല്ലോ. രണ്ടാളും ചെയ്താണല്ലേ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് അറിയൂല. പിന്നെ ഓരോരുത്തർ പറയാടെ പേരന്റെ 3D പ്ലാൻ ഒക്കെ കണ്ടിക്കണോന്ന് ചോദിച്ചപ്പോഴേ അമ്മക്ക് ഈ ഒരു അന്തം വെക്കണത്. അപ്പൊ നമ്മളിപ്പോ രണ്ടാളും അതിന് പോയി നോക്കാൻ പോവാ. ഇമ്മയും മമ്മിയും ഹോസ്പിറ്റലിൽ പോകും, നമ്മൾ രണ്ടാളും നേരെ ചുങ്കത്ര പോയിട്ട് പ്ലാൻ എടുക്കാൻ വേണ്ടി പോകും, 3D പ്ലാൻ നോക്കാൻ വേണ്ടി പോകും. ഇപ്പൊ രാവിലെ പെരപ്പണിന്റെ ആള് വന്നീനി. നമ്മളെ അയൽവാസി തന്നെയാണ്. മുപ്പരാന്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് മുപ്പരാന്റെ പൈസ കൊടുത്തു. അപ്പൊ മുപ്പരാൻ പറഞ്ഞു പ്ലാന് എന്താ നമ്മളെ സിറ്റ് ഔട്ട് എങ്ങനെ ചെയ്യേണ്ടി ചോദിച്ചു. കാരണം നമ്മക്ക് എന്ത് സിറ്റ് ഔട്ട്, നമുക്കൊരു തേങ്ങ അറിയില്ലല്ലോ. നമ്മൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ മൂപ്പരാട് ചോദിച്ചു, ഇങ്ങനെ 3D പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് ഓക്കെ അതേപോലെ ചെയ്യാന്ന് പറഞ്ഞു. മൂപ്പരാൻ പറഞ്ഞാൽ 3D പ്ലാൻ പോയി എടുക്കാൻ. ഇപ്പൊ നമ്മളിപ്പോ അതിന് പോകാൻ പോവാണ്. ഇപ്പൊ അങ്ങോട്ട് പെരുന്നാൾ കഴിഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മള് പെരപ്പണി തുടങ്ങുന്നു. പെരപ്പണി എന്തായാലും നോക്കി നിൽക്കാറില്ല, പെരപ്പണി എന്തായാലും തുടങ്ങാം. എന്നാ പിന്നെ നമുക്ക് പോയോക്കല്ലമ്മ, എന്തായാലും പോയോട്ടെ. അമ്മ നിങ്ങള് പോയി വരില്ലെന്നാ. ഓക്കെ, അപ്പോ ഗൈസ് ഞങ്ങള് നേരെ 3D പ്ലാൻ എടുക്കാൻ വേണ്ടി ഞങ്ങള് പോവുകയാണ്. ഗൈസ് നമ്മളിപ്പോ മൂപ്പരാനെ വിളിച്ചു. മൂപ്പരാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ചുങ്കത്ര പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് കൊറിയർ ഓഫീസിലൊക്കെ ഒന്ന് പോകണം. അപ്പൊ ഇതാണ് നമ്മളെ പെരന്റെ പ്ലാന്. ഈ പ്ലാന് കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എങ്ങനെയാകും ഇത് ഉണ്ടായി വന്നിട്ടുള്ള കോലം, ഇതെന്താന്ന് പോലും നമുക്കറിയില്ല. ഇത് തറന്റെ പ്ലാനാണ്. ഇതാണ് പ്ലാന്, പെരന്റെ പ്ലാന്. ഈ പ്ലാനിൽ നമ്മളെ കിച്ചൺ ഉൾപ്പെട്ടിട്ടില്ല. കിച്ചണ് പുറത്തേക്കല്ലേ, പഞ്ചായത്തിന്റെ പേരായി കൊണ്ടേ ഇതിന്റെ ഉള്ളിൽ തന്നെ കിച്ചൺ ആയി കഴിഞ്ഞാൽ സീനാവും. പ്ലാന് പോലും നമ്മൾ കിച്ചൺ ഉണ്ടാക്കിയിട്ടില്ല. മഴ വരുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടാൾക്കും എങ്ങനെ പോകുന്ന ആലോചിച്ചു. നമ്മളപ്പോ നേരെ ഈ ചുങ്കത്രക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ അയാളത്തേക്ക് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞേ. അയാൾക്ക് ചെല്ലണ്ടെന്നാ. പക്ഷെ നമുക്ക് നമുക്ക് എന്തായാലും കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് സാധനം കൂടി എടുക്കണം. അപ്പൊ എന്തായാലും നമ്മള് പോയി നോക്കാണ്. അവിടെ ചെന്നിട്ട് ആളെ കണ്ടിട്ട് ഡയറക്റ്റ് സംസാരിച്ചും കൂടി നോക്കി നോക്കല്ലേ. എന്തായാലും നമുക്ക് ഇനി നേരെ കൊറിയർ ഓഫീസിലേക്ക് പോയേക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ പെരി പോണ്ടേ, നമ്മളെ പുതിയ പേരുടെ സ്ഥലത്തേക്ക് ചെന്ന് നോക്കണം. നമ്മളിപ്പോ കൊറിയർ ഓഫീസിൽ എത്തിക്കാണ്. നമുക്ക് ആരോ ഒരു സാധനം എന്തോ ഗിഫ്റ്റ് എന്തോ തോന്നില്ല അയച്ചത്. എന്തോ ഒരു സാധനം അയച്ചെന്നാ. കുറച്ച് ലേറ്റ് ആയി. അത് 21-ാം തീയതി അയച്ചത്. ഇന്ന് 10-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി ആയില്ലേ. കഴിഞ്ഞ മാസം അയച്ചല്ലേ. ജോലി നമ്മള് കുറെ കോണ്ടാക്ട് ചെയ്തിനി. ഒരു പറഞ്ഞത് ഇങ്ങോട്ട് അയച്ചു എന്നാ, ഒരു പറഞ്ഞ ഇവിടുന്ന് വേറെ ഇങ്ങോട്ട് അയച്ചു എന്നാ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സാധനം നോക്കി നോക്കട്ടെ. ഇവിടെ ഓഫീസിലുണ്ട്, ഞാൻ അപ്പുറത്തും കൂടി പോയി നോക്കട്ടെ. കാലാവസ്ഥ ചെറുതായിട്ടൊന്നും മാറി. ഞങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നപ്പത്തിന്, അതായത് ഞങ്ങൾ ആദ്യം മറ്റേ കൊറിയർ ഓഫീസിലേക്ക് ചെന്നീന്. അവിടെ ചെന്നപ്പോ എന്താ പറഞ്ഞേ, അവിടെ അല്ല, അവിടുന്ന് ഇങ്ങോട്ട് അയച്ചോളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ അല്ല എന്നാ പറഞ്ഞില്ലേ. പക്ഷെ നമ്പർ കൊടുത്തപ്പോ വേറെ ഏതോ നമ്പറാണ് കൊടുത്തില്ല. അതുകൊണ്ടാണ് നമ്മളെ പ്രമോഷൻ നമ്പറാണ് കൊടുത്തിരുന്നത്. ഇതിന്റെ നമ്പറല്ലേ കൊടുത്തത്. അപ്പോൾ ഒരൈക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രമോഷന്റെ കുറെ അങ്ങനെ എടുക്കാത്തുണ്ട്. പിന്നെ എന്താ പറയാ, അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. അങ്ങനെ അത് മിസ്സായി. ഇപ്പൊ പോയി ചോദിച്ചപ്പോ രണ്ടാമത് ചോദിച്ചപ്പോ സാധനം കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ സാധനം കിട്ടിക്കണേ. ഇതുകൊണ്ടാണ് നമ്മള് നേരെ നമ്മള് പെരി പോവാ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ചുങ്കത്ര പോയപ്പോ മൂപ്പരാൻ പറഞ്ഞു, മൂപ്പരാൻ അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമുക്ക് മാപ്പല്ല എന്താ പറയാ, ആ പെരന്റെ 3D പ്ലാന്റ് അതില്ലേ, മൂപ്പരവിടെ അല്ലായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് കാര്യമില്ലാണ്. മൂപ്പർക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ചെടുത്താൽ മതിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. നമ്മള് എന്തായാലും നേരെ നമ്മളെ പെരപ്പണി എടുക്കണം, അങ്ങോട്ടും കൂടി ഒന്ന് പോയൊക്കെ എന്താണ് അവസ്ഥ നോക്കിയോക്കെ. ആ പ്ലാൻ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും നോക്കിയോട്ടെ, എങ്ങനെ സംഭവം നോക്കിയോട്ടെ, എങ്ങനെയുണ്ട് നോക്കിയോട്ടെ. അല്ലടാ, നമുക്ക് നോക്കാനും അറിയില്ല, എന്നാലും നോക്കാം. അവിടെ നോക്കിയോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മഴ കഴിഞ്ഞു കുത്തിരിക്ക. നോക്കി റോഡൊക്കെ നോക്കി മോനെ ഫുള്ള് സെറ്റപ്പ് ആയി കുത്തിരിക്ക. പക്ഷേങ്കില് ആ മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നനഞ്ഞില്ല. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് എത്തിയതിന് മഴ കഴിഞ്ഞു. അങ്ങനെ നമ്മളെ പെരുന്നാട് എത്തിട്ടോ. മഴ ചെയ്തിട്ടില്ലേ, മഴ പോയിട്ട് കാറ്റ് പോലും വന്നിട്ടില്ല ഗൈസ്. ഇവിടെയാണ് ഇപ്പൊ കിടക്കണേ. ഇവിടെ വന്നപ്പത്തിനുണ്ടോ നല്ല ആവശ്യമുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ ചാറ്റുണ്ട് ഗൈസ്. കണ്ടോ, മഴ ഉറ്റിയാണ്ട് ഇതാക്കണ്. മഴ ഉറ്റുണ്ട്, മഴക്കാറുണ്ട്. വെള്ളം അനക്കാ വെച്ചിട്ട് വെള്ളത്തിന്റെ കോല വെള്ളം സീനാവോ അറിയാം. ഉണ്ടോ അവിടെ ഉമ്മാനെ കൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ വെക്കണം. അമ്മ കാല് ഒഴിച്ചാണ്. എടുത്ത നമ്മളെ പ്ലാന്
പ്ലാനോടെ ഇതിപ്പോ എനിക്കിപ്പോ എന്താ തോന്നുന്നത്, എനിക്കിപ്പോ തോന്നണ ഇമ്മ ഇവിടെ ഇല്ല. ഉമ്മമാന്റെ ഉമ്മനെ മുമ്പ് നമുക്കൊന്നും പറയാനും പറ്റൂല. എനിക്കെന്ത് തോന്നുന്നു, ഇനിയിപ്പോ എന്താ ഇല്ല ഇത് വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാ അല്ലേ. ഞങ്ങളിപ്പോ അവിടെ നിക്കണ പേരുണ്ടല്ലോ, അതാണ് ഇപ്പൊ ആരായപ്പോലും ഇപ്പൊ ഞങ്ങളൊരാൾക്കാർ കാണാൻ വരികയാണെന്നുണ്ടെങ്കിലും അതേപോലെ വേറെ ആര് വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ആ പെരന്റെ ആ കുന്നാണ് കേറിയിട്ട് ഒരു ഇരുത്തുണ്ട്. കൊയങ്ങിട്ടാണെങ്കിൽ പോലും നല്ലൊരു സമാധാനമുള്ള ഒരു ഇരുത്താണ്, തണുപ്പും കാറ്റും ഇരുത്തുണ്ട്. ചുറ്റിനും ഒരു ശല്യമല്ല. രാത്രി ആയാൽ പോലും ഒരു സമാധാനം, നമ്മളെ ഇഷ്ടത്തിന്, അതായത് നമുക്ക് ഫ്രീഡം, നമ്മളെ തുറന്നിട്ട പോലെയാണ് ആ ഒരു കുന്നുമ്മേ. പക്ഷെ ഇടിവാള് ഗൈസ്, മഴ പെയ്യുന്നുണ്ട്, വരാനുള്ള ചാൻസ് ഉണ്ട്, സീനാവോ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തി എവിടെ വെച്ച് കഴിഞ്ഞാല്, അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആകുമെന്ന് അറിയില്ല. കാരണം എത്ര നാള് ഏകദേശം എത്ര കൊല്ലേക്കാണ് ഞങ്ങൾക്ക് അയൽക്കാരൊന്നും ഇല്ലതായിട്ട് ആ കുന്നുമ്പത്തിന് നിൽക്കണേ. അത്യാവശ്യം നല്ല കൊറേ വർഷമായി, നമ്മളെ ചെറുപ്പത്തെ അല്ലല്ലോ. അപ്പൊ ഈ പെരയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ അത് നിങ്ങൾ നോക്കി നോക്കി, നമ്മൾ ആ പെരന്റെ കാട്ടിലും ചെറുതാണ്. ആ പെര ഞങ്ങൾക്ക് കാണുമ്പോ ഒരു ചെറിയ പെരയാണ്, പക്ഷെ നല്ല വീതി, നല്ല സൗകര്യം ഉണ്ട്. ഇതൊക്കെ ഇതൊരു റൂം, ഇത് എന്റെ റൂം, ഇത് ഓന്റെ റൂം, ഇത് ഉമ്മാക്കും അമ്മാക്കും റൂം. ഇത് കുഴപ്പമില്ല, റൂമുകളൊക്കെ അത്യാവശ്യം റൂം വെച്ച് നോക്കുമ്പോ അവിടുത്തെ ഇവിടുത്തെ ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് റൂം, സെയിം ആണ് തോന്നുന്നുണ്ട് അവിടുത്തെ ഇവിടുത്തെ. പക്ഷെങ്കിൽ റൂം പെരന്റെ ഒരു വീതി ഉണ്ടാവില്ല ബാക്കും, അത് കുറവാണ്. ഇത് നമുക്കറിയില്ല, ഇത് ഇങ്ങനെ ഉണ്ടായി വരുമ്പോ എന്താണ് നമുക്ക് പഞ്ചായത്ത് പേരല്ലേ, അതിനു വേണ്ടി നമ്മള് പോയത്. അതായത് 3D പ്ലാന് എങ്ങനെയാണ് പേരുണ്ടായി വന്ന് അതിന്റെ കോല എന്താകുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, എന്താ പറയാ. ഇതൊന്നും പെരപ്പണി ഒന്നും കഴിഞ്ഞോണ്ട് ഇതിൽ തന്നെ ഇപ്പൊ അടുക്കള അറിയുന്ന സാധനമല്ല. അടുക്കള ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കണ ഈ പുറത്തേക്കൊക്കെയാണെന്ന് അമ്മയും പറയണം, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് കൊടുക്കോ. പിന്നെ അപ്പുറത്തേക്ക് വേറെ പെരാളൊന്നുമില്ല അങ്ങോട്ടൊന്നും. ഇവിടെ 2-3 പെരാളുണ്ട് ഇപ്പുറത്തേക്ക്, പിന്നെ അവിടെ ഫ്രണ്ടിക്കും. ഇപ്പോഴും നമ്മള് ബാക്കിലായി. പിന്നെ ഇത് അതിപ്പോ നമ്മളെ തറവാടല്ലെങ്കിണ്ടല്ലോ, ആ പെരപ്പ ഞങ്ങളെ തറവാടല്ലാന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പെരപ്പണി നമ്മളതൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് പഞ്ചായത്തിൽ നിന്ന് പെര പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മള് ആ ഇപ്പം നിക്കണ പെരന്നെ നമ്മൾ ചെയ്യുകയാണ്. ആ ഇപ്പം നിക്കണ പെരന്റെ ഇത് മാറ്റി പലക മാറ്റി നമ്മൾ കമ്പിയാക്കി നല്ല അടിപൊളി സ്ഥലം. കാരണം എത്ര ആൾക്കാരെ വന്നിരിക്കണമെന്ന് അറിയാൻ കേട്ട് ആ കുന്ന് കയറി വന്നിട്ട് അവിടെ ഒരു ഇരുത്തുണ്ട് ഏട്ടാ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ, ഒരു സമാധാനം കേട്ടോ. വൈകുന്നേരത്തെ കാറ്റും രാവിലെ നിങ്ങൾ നീച്ചണം, ഒരു പെരിയിലൊക്കെ അങ്ങനത്തെ വൈബ് വേണം. അതെ സത്യം. അതറിയോ, ചുറ്റിനും കാടായി കൊണ്ട് തന്നെ നമ്മൾ നീച്ചപ്പോ തന്നെ കിളിയാളെ സൗണ്ട് ഭയങ്കര രസമാണ്. അതായത് നീച്ച് നോക്കണം അങ്ങോട്ട് ആ കുന്നുമ്പോ, അതായത് ഞങ്ങളെ കുന്നുമ്പോ ഇരുന്നാണ്ടല്ലോ അക്കരത്തെ കുന്നാണ്ട് കാണാം, ഫീലാണ്. നല്ല ചില ടൈമിലൊക്കെ നല്ല കോടി ഉണ്ടാവും, രാവിലെ ഒക്കെ നീച്ചാൽ നല്ല കോടിയും കാണാൻ പറ്റും. കിളിയാളെ സൗണ്ടും സെറ്റാണ്, സെറ്റ് വൈബൊക്കെ കേൾക്കരുത് രാവിലെ ചെയ്യാൻ. അതൊക്കെ വിട്ട് പിന്നെ ചൂടുണ്ട് കേട്ടോ അവിടെ. പിന്നെ കുന്നിന്റെ മുകളിലായോണ്ട് മരങ്ങളും ഇല്ലല്ലോ, ഇപ്പൊ മരങ്ങളിലല്ലോ, മരങ്ങളൊക്കെ വെട്ടിയില്ല എമ്മി. അപ്പം അതിന്റെ ഇടയിൽ ചൂടുണ്ട്. ഇപ്പം മഴക്കാലത്തൊക്കെ സെറ്റാണ്, പക്ഷെ ആകെ ചോർച്ചയാണ്. ഇപ്പൊ ഞങ്ങള് വിചാരിക്കണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ ഇങ്ങോട്ട് വന്ന ഞങ്ങള് ചെയ്യാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാല്, ഫസ്റ്റ് തന്നെ ഇവിടെ മരങ്ങളും നട്ടുപിടിപ്പിക്കണം. കാരണം ഇപ്പൊ തന്നെ വെച്ച് പിടിപ്പിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ വെക്കാത്തതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇങ്ങോട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ കേറും, ഇങ്ങോട്ട് കുറച്ച് സ്ഥലമുള്ളൂ. നമുക്കുള്ള മുറ്റം എന്താ അവിടെ വെച്ചിട്ടുള്ളൂ. അവിടെ മരം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സാധനങ്ങളും ലോഡും ഒക്കെ വരേണ്ടതല്ലേ, അപ്പൊ അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഒന്നും ചെയ്യാത്തത്. പിന്നെ നമ്മുടെ വീടിന്റെ പ്ലാനിങ് കാണിച്ചു കൊടുത്തില്ല, വീടിന്റെ പ്ലാനിങ് കാട്ടി കൊടുത്തില്ല, അതൊന്നും എടുക്കേ. ഇൻഷാ അല്ലാഹ് 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മള് പണി തുടങ്ങും. പ്ലാൻ എടുത്താ പ്ലാന് വരുന്നത് തന്നെയാണോ നോക്കി നോക്കാം. ഇതില് പ്ലാന് വരുന്നത് നമ്മൾ ഇതിലാണ്, ഇവിടെയാണ് ഇപ്പൊ നമ്മള് നിക്കണത്. ഇവിടെയാണ് ഇപ്പൊ നമ്മള് നിക്കണ ഈ സ്ഥലമാണല്ലേ. അതില് പിന്നെ ഇത് വരുന്നത് ഇതിന്റെ റൂം. ഇത് നോട്ടെ, അത് എത്രയാണ് ആ റൂം? എത്ര? 16 അടി 8. അങ്ങനെ എന്താണ് നോട്ടെ കയ്യിണ്ടില്ല ഇവിടുത്തെ അതിൽ. എന്നിട്ട് സ്റ്റെപ്പിന്റെ ആണ് ഇതില്ലേ. ഓക്കെ, ഫ്രണ്ടിക്കില്ല 2 റൂം, ഇതും കിച്ചൺ ഇല്ല. അതില് കിച്ചണ് സെപ്പറേറ്റ് പുറത്തേക്കാണ്. എന്താണ് പുറത്തേക്കില്ലേ കയറാം കൊടുത്തില്ല. എന്താണോ കിച്ചണ് ഇതാണ് ഉദ്ദേശിച്ചതിനെ പൊട്ട. കിച്ചൺ എഴുതി കണ്ടോ, കിച്ചൺ അല്ലല്ലോ. അപ്പൊ റൂം ആക്കിയില്ലേ നമ്മള്, അതാണത്. കിച്ചൺ സെപ്പറേറ്റ് പുറത്തേക്കല്ലേ.
അങ്ങനെയാണിത് ഗൈസ്. മഴ ചെറുതായിട്ട് ചാറ്റുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സുകളാണ്, അതായത് പഴയ ഡ്രസ്സുകൾ നമ്മൾ ഇതിന്റെ മുകളിൽ, അതായത് ഇതൊക്കെ ഇതാക്കിയാണ് നമ്മൾ നനക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ്. ഇനിയിപ്പോ 2-3 ദിവസം ഇനിയിപ്പോ ഇതന്നെ പണി, ഇനിയിപ്പോ ഇവിടെ തന്നെ പെരപ്പണിൻ്റെതായിട്ട് നമ്മള് അതിന്റെ വ്ളോഗ് ഒക്കെ ഇനിയിപ്പോ ഉണ്ടാവുക. കട്ടില് ഏകദേശം ഉണ്ടാവും കേരം, നോക്കി നോക്കാം. എന്തായാലും ഇനിയിപ്പം ഇവിടെ ഇങ്ങോട്ട് നല്ലൊരു വെയിലാക്കിയാലും ഉണ്ടാവാൻ പോവാ അല്ലേ? കാരണം ഇമ്മയും മമ്മിയും ഉണ്ടല്ലോ അവിടെ പെരി തന്നെ നിക്കുമ്പോണ്ടല്ലോ ചൂടോ എന്നറിയും. ഇനി ഇവിടെ വരുമ്പോ കണ്ടോണ്ടി ഇവിടെ വരുമ്പോ എന്താ പെരിഞ്ചായ ചൂടാണ്. കാരണം നിങ്ങള് തലമണ്ട ഞങ്ങൾ ഒന്ന് കാട്ടിത്തരട്ടോ. എന്താണ് മരം പറയുന്ന സാധനം എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അങ്ങ് ദൂരല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതാണ് അവസ്ഥ. എവിടെയും പണി തുടങ്ങട്ടെ, എന്തായാലും ശരിയാവട്ടെ, സെറ്റ് ആവട്ടെ. പ്രാർത്ഥിച്ച് അടച്ചനോട് നല്ലോ ഹാർഡ് വർക്ക് ചെയ്യാം. നിങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റണ അത്രയ്ക്ക് നിങ്ങളും സപ്പോർട്ട് ചെയ്യേ. അതെ, നമ്മളെ കൊണ്ട് പറ്റണ നമ്മള് മാക്സിമം ചെയ്യണ്ട്. ഞാൻ പൊടിച്ചാണ് നാസാക്കല്ലേ ചെയ്യും. എനിക്കറിയില്ല ഇവിടെ എന്താണ് വരാൻ പോണത്. അവിടെ റാക്കടാ. റാക്കോ? റാക്ക് കൊണ്ടുവന്നൊക്കെല്ലോ ഇങ്ങനെ. ഇവിടെ നമുക്ക് പ്ലാൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം, പല വിധത്തിൽ ചെയ്യാം. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താലോ? അതിന് ഡിസൈൻ നോക്കി നോക്കാം. അതിന് നല്ല ഡിസൈൻ അറിയുന്ന ആൾക്കാരെ നമുക്ക് ഇതാക്കി നോക്കാം. ഇത് മറ്റേ സാധനല്ലേ? ആദ്യം പെരപ്പണി തുടങ്ങട്ടെ, അതായത് ഇത് കഴിയട്ടെ, ബാക്കി പരിപാടിയൊക്കെ പിന്നല്ലേ ചെയ്യണത്. എന്തായാലും ഗൈസ് ഇവിടെ ഈ ടൈമും കുഴപ്പമില്ലോ, ഈ വൈകുന്നേരം ടൈം. പക്ഷെങ്കിൽ അറിയില്ലടാ എങ്ങനെ. ഇപ്പൊ താത്താന്റെ അമ്മായിന്റെ ഒക്കെ പേര് തന്നെ കണ്ടിട്ടില്ലേ, ഓലൊക്കെ പെരിയിൽ എങ്ങനെ നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ നിക്കാൻ വയ്ക്കൂല, ഉച്ചക്ക് നിക്കാൻ വയ്ക്കൂല, വൈകുന്നേരം നിക്കാൻ പറ്റൂല, ചൂടുണ്ട് രാത്രി നിക്കാൻ വയ്ക്കൂല. കാരണം എന്താ പറയാ, ഉച്ചക്കത്തെ ചൂടൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പേരെങ്ങനെ പൗത്ത് നിക്കേക്കാരം, അതിന്റെ ഉള്ളിലിരിക്കുമ്പോ എന്തേക്കാരം വിങ്ങുണ്ട്. അതാണ് അവസ്ഥ. പക്ഷെ നമ്മളിപ്പോ അവിടെ ഓടായോണ്ട് ഒരു പ്രശ്നമല്ല. കാരണം എന്താ പറയുക, ഉച്ചക്കത്തെ വെയിലുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലോ വൈകുന്നേരം സാധനം കൂളാണ്, രാത്രിയൊക്കെ നല്ല സുഖമാണ് നടക്കാം. പിന്നെ എന്തായാലും നേരെ പെരി പോയല്ലേ, ഇമ്മയും മമ്മിയും പോയി വന്ന് കാണുക കയറാം. ഹോസ്പിറ്റലിൽ പോയിട്ട് തെറാപ്പി ചെയ്യാൻ പോയതല്ലേ. ടൈം എടുക്കൂല, ആ അരമണിക്കൂറുള്ളൂ. ആണോ? എന്തായാലും നമുക്ക് നേരെ പെരിക്ക് ചെന്നോക്കാം. ഞാൻ പെരുന്ന മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടി ജസ്റ്റ് ഒന്ന് കാട്ടി തരാം. നമ്മളെ ഡ്രസ്സുകളാണ് ഇത്. നമ്മള് ആ പരപ്പണി നടന്നപ്പോ നമ്മള് ഓൽക്കും കൂടിയും കൊടുത്താണ്, അവിടെയും കൂടി ഇതാക്കാൻ വേണ്ടിട്ട്. ഇതാണ് നമ്മളെ പെരുന്ന മുകളിൽ നിന്നുള്ളൊരു വ്യൂ പറയുന്നത്. ഇത് മോണ്ടന്റെ റൂം, ഇന്റെ റൂം, ഉമ്മാൻ്റെ ഉമ്മാൻ്റെ റൂം, ഇങ്ങനെയൊക്കെ വരാം. ഇതാണ് ഗൈസ് റാക്ക് ആക്കിയ. എനിക്കറിയില്ല എടാ, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട്. പറഞ്ഞാണ് പണ്ടത്തതല്ലേ. ഞാൻ നമ്മളോടൊന്നും ചോദിച്ചാൽ കൂടിയല്ലേ ചെയ്തേ. മമ്മ എന്താ പറയാ, നമ്മളോടൊന്നും കൂടി ഒന്നും ചോദിച്ചാതെ ചാടിക്കറി ചെയ്തിക്കാണ്. ഇപ്പൊ തന്നെ ഈ വരുമ്പോ കുറെ പൈസ പോയി ആവശ്യമില്ലാതൊക്കെ. കാരണം കുറെ മണ്ണിട്ടിട്ടും കുറെ ഇതാക്കിയിട്ടൊക്കെ ആവശ്യമില്ലാതെ കുറെ പൈസ കളഞ്ഞാണ്. കാരണം പറഞ്ഞാൽ അറിയില്ലല്ലോ, ഓർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല. ചാടിക്കറി പൊട്ടത്തരം ചെയ്താണ്. പറഞ്ഞിട്ടായിട്ടില്ല, കുറച്ച് എടുത്തേട്ടൻ കുറച്ച് കൂടുതൽ രണ്ടാക്കും അല്ലേ. ഇമ്മ പറയും ഇമ്മ കേൾക്കും, ഇമ്മ പറയും ഇമ്മ കേൾക്കും. ഇനിയിപ്പോ എന്തായാലും നോക്കിയെടുക്കാം. കാരണം ഞങ്ങൾക്ക് ആ ടൈമിൽ ഒഴിവൂലേ, കാരണം പണി പറഞ്ഞാൽ നടക്കുകയാണ്. ഒരു നേരം ഞങ്ങൾ ആകെ ഉറങ്ങാൻ മാത്രമാണ് പെരീക്കല്ലേ. നിങ്ങൾക്ക് അറിയുന്ന കേസല്ലേ. രാവിലെ മൈജിക്ക് പോയി കഴിഞ്ഞാല് വൈകുന്നേരം വരും. വൈകുന്നേരം രാത്രി അതിലേക്ക് വരും. ഇനിയിപ്പോ എന്തായാലും ഞങ്ങളുണ്ടല്ലോ, നോക്കിയോട്ടെ. ഞങ്ങളുടെ രീതിക്ക് ചെയ്യാൻ പറ്റണ ഞങ്ങള് നോക്കി നോക്കാം. ഞങ്ങളുടെ രീതിക്ക് ചെയ്യാൻ പറ്റണ മാക്സിമം ഞങ്ങൾ ചെയ്യും. ആകെ ഒരു പേരല്ലേ, നോക്കി നോക്കാം. നല്ല രീതിക്ക് ചെയ്യാൻ നോക്കി നോക്കാം. നമ്മളെ കറുത്ത മരം, കറുത്ത ടൈമേ അത് വെട്ടിടാൻ മതി, തണല് പോയിപ്പിച്ചാൽ മതി. ഒരു കുറച്ച് വായുണ്ട്, അതും വലുതാവട്ടെ. അതൊക്കെയാണ് വിട്ടും കിച്ചന്റെ പണി എടുക്കുമ്പോ. അതും പോയി ഗൈസ്. നമുക്ക് ഇതിന്റെ പണി കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ കാണാം. നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇനി നേരെ പെരീക്ക് പോയേക്കാം. ഇപ്പൊ ആകെയുള്ളൊരു ടെൻഷൻ പറയണേ നമ്മളെ കിണറിന്റെ കേസാണ്. കിണർ എന്താവോ, കാരണം പാടത്തിന്റെ ഇവിടെ ആയതുകൊണ്ടേ വെള്ളം ചെറുതായിട്ട് സീനുണ്ട്. നമുക്ക് നോക്കിയൊക്കെ എന്തായാലും ഇനി എന്നാലും നമ്മൾ ഇതേപോലെ പാട കെട്ടി കിടക്കണേ നമ്മൾ അനക്കാതെ വെച്ചിട്ട്. പിന്നെ വെള്ളം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെള്ളം നോക്കി മണത്ത് നോക്കിയപ്പോ സ്മെല്ലൊന്നും ഇല്ല, കുടിച്ചു നോക്കിയിട്ടൊന്നുമില്ല. കാരണം എന്തല്ലോ ഞാൻ പറഞ്ഞുതരാം, അപ്പുറത്തെ വരക്കാര് അതിന്റെ അപ്പുറത്തെ വരക്കാര് ഓലൊക്കെ കിണർ കുത്തി തന്നെയാണ്.
അതില് പോലെ അതിന്റെ അപ്പുറത്തെ പെരീത്ത കിണറ് മാത്രം പറ്റൂല. കാരണം ചേറി വെക്കുന്നുണ്ട്, ചേറ് നല്ല ചോയ്ക്കല് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ തന്നെ പോയാണ് കുറച്ചങ്ങോട്ട് ഈ ആ ഒരു തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയെ. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തൊക്കെ ഇത് കൂടെ തന്നെയാണ്. ഇവിടെയൊക്കെ വലിയൊരു കുളമൊക്കെ ഉണ്ടായി ഈ മുറ്റത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. നമുക്ക് നേരം പെരിക്ക് നോക്കാം. പക്ഷെ നമ്മള് പോയി എന്നപ്പത്തേനും ഇവിടെ രണ്ടാളൂടെ എത്തിക്കണ്. എന്താ പറഞ്ഞേ? തെറാപ്പി അവിടുന്ന് എക്സസൈസ് ഒക്കെ എടുത്തു, കാല് വേക്കൊക്കെ മടക്കി. നാളെ അതേപോലെ ഇന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ചെയ്തിട്ട് നാളെയും ചെല്ലാൻ പറഞ്ഞ ചെന്നിട്ട് കാണാപ്പാടെ അത് പറഞ്ഞ് കാട്ടി കൊടുക്കണം. പിന്നെ മാറണ്ടേ കാണാപ്പാടേ എന്തൊക്കെ ഇന്നലെ ചെയ്തെന്നില്ലേ കാണാപ്പാടെ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. മാറണ്ടേ, അതായത് മറക്കണ്ട നോക്കാനേ ചെയ്തു. അതാ കൊറിയർ എന്ന സാധനം ഗൈസ്. പൊട്ടിക്കാം എന്താ സാധനം നോക്കാം. ആണോ? എന്തായിരിക്കും അമ്മ അത്? എന്തായിരിക്കും തിന്നാനുള്ള സാധനം ഇമ്മ പറഞ്ഞ തിന്നാനുള്ള സാധനം ആക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ ഉമ്മക്ക് തിന്നാനുള്ളത്. ഇന്നാളത്തെ മധുരൊക്കെ തിന്നു ഒരു താത്ത കൊടുത്തു വെച്ചിട്ട് അത് ഫ്രിഡ്ജിലാക്കി നിൽക്കണേ. ജിലേബി ഒക്കെ അയച്ചു കൊടുത്താണ്. നാളൊരു കാക്ക നമുക്ക് പറത്തോണം തന്നില്ലേ? അതായത് ഒരു ആണോ? ഫ്രിഡ്ജിലുണ്ടത്. എന്താ സാധനം? നെക്കി ഒക്കെ ഇടാ ജീവൻ എന്തെങ്കിലും ഉണ്ടോ? ആണോ? എന്താണ് നോക്കി നോക്കാം. വല്യമ്മാന്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കൂ ഗൈസ്. പിന്നെ മാക്സി എന്താ നിർത്തിക്ക മമ്മക്ക് വെച്ചാ നോട്ടെ. മമ്മക്ക് വെച്ചോടിക്ക ബാക്കെന്നല്ല ഫ്രണ്ട് നോക്കി. ചുന്ദരി ഇത് ഇങ്ങനെ കൊടുത്തിട്ട് കാര്യല്ലേ? കറക്റ്റ് സൈസിലിട്ടൂലേ? അതിനെ പറഞ്ഞ ഇമ്മമാന്റെ സൈസിലേ ഇല്ല, കുട്ടികളുടെ സൈസല്ലേ. ഇത് പർദ്ദ അടിപൊളി പർദ്ദയാണല്ലോ. അല്ല കുഴപ്പമില്ല, മമ്മക്ക് കൊടുത്തേച്ചില് കട്ട് ചെയ്തോണ്ടാ. മമ്മക്ക് സൈസ് നോക്കിയല്ലേ ഒരു ഷാളൂട്ടോ. അപ്പൊ ആ താത്താക്ക് ബിഗ് താങ്ക്സ് താത്ത. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ സഹായിച്ചിട്ടോ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ഇത് മമ്മാക്കാണ്, കാരണം ഇതിന്റെ ഡിസൈൻ കണ്ടാ അറിയാം. കൈയൊക്കെ ഉണ്ട്. ഏകദേശം അല്ലേ? ഇല്ല കുഴപ്പമില്ല, ഏകദേശം കുറച്ചിറക്കം കുറച്ചാൽ മതില്ലേ? എന്താ പറയുക, ഉമ്മമാന്റെ സൈസിൽ കിട്ടൂല. ഉമ്മ മറ്റേ കുട്ടികളെ സൈസാണ്. മാക്സിനെക്കായി നല്ലത് മാക്സി സീലാണ് നല്ലത്. ഇത് 37 മക്കളെന്തൊക്കെയാ പറഞ്ഞിട്ട് അയച്ചാണല്ലോ. ആണോ? സെയിം ഡിസൈൻ തന്നെ. എന്തിനു ഉമ്മമാക്ക് കറക്റ്റ് സൈസ്. ആന്ന് ഇത് 37 ചോദിച്ചിനി 50 ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു 50 ഒന്നും വേണ്ടെന്നിട്ട് പറഞ്ഞു. സൈസ് എത്ര രൂപ? എം പറയുമ്പോ എത്രയാണോ? കുറച്ച് കൊടുക്കാനുള്ളൂ. അത് നോക്കി നോക്കാം. മമ്മ ഒന്ന് ഇട്ട് നോക്കിക്കാണി. മമ്മ ഒന്ന് ഇട്ട് നോക്കി. അതിന് മോൾക്ക് ഒന്ന് ഇട്ട് നോക്കിക്കാണി. കുട്ടി ആകെ തെരഞ്ഞിട്ടുണ്ടാവും. ആകെ പരിപാടിയാണ് തോന്നുന്നുണ്ട്. മുപ്പത്തിരക്ക് ഇതിന്റെ പരിപാടി. മമ്മ പറയുന്നത് എന്തറിയോ? ആ പെണ്ണ് കൊറേ തെരഞ്ഞു കാണും തുണിപ്പീടില്ലെന്ന്. ഓല് നടത്തണാണ് മമ്മ. ഈ വലിപ്പത്തിനൊരു പർദ്ദ വേണ്ടേ നിങ്ങൾ പറയും? അതെ അതെ, ഞങ്ങളെ കുട്ടി മമ്മ ആന്ന് കറക്റ്റല്ലേ? ഒരു തുള്ളി അത് കുഴപ്പമില്ല. എന്നാലും ഈ സൈസിന് കിട്ടിയ അല്ലംതുല്ല. നല്ല രസം, അടിപൊളി കേട്ടോ. ആ തട്ടൊന്ന് മാറ്റിക്ക. തട്ട മറ്റേ തട്ടിട്. നമ്മളെ ചുന്ദരി ഇവിടെ മാറ്റിയാണ് കുത്തിരിക്കണ്ടേ. ഇവിടെ നോക്കിക്കാണി നാട്ടെ. അയ്യോ സൈസ് നോക്കല്ലേ? കറക്റ്റല്ലേ? എന്താ കൈസ് ഇങ്ങക്ക് എന്താ പറയല്ലേ മമ്മാനോട്?
എന്താ നിങ്ങക്ക് പറയാ കമന്റ് ചെയ്തോ. നിങ്ങൾക്ക് ഇതും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞതാ നമ്മളെ പെരുന്നാൾക്ക് എടുത്തില്ലേ ആ ഷാള് അതും ചേരും. നല്ല രസം കേട്ടോ. സെൽഫി തട്ട് എടുക്കാൻ എല്ലാരും പറയും സെൽഫി മൊക്കന. സെൽഫി മൊക്കന ആശുപത്രിയിൽ നിന്ന് കണ്ടപ്പോ ഒരു താത്ത എടുത്തിക്കട്ടെ. അപ്പൊ ഉമ്മാക്ക് ഞാൻ കാട്ടി കൊടുത്തു മങ്ങതാണ് സെൽഫി മക്കന. അത് കുറച്ച് വലിയതാണ് കുറച്ച്. അപ്പൊ ഒന്നുകൊണ്ട് വലിപ്പം കുറച്ചാലും ഉമ്മാക്ക് പാകയിക്കാരം. അപ്പൊ ആവുമ്പോ ഉമ്മാക്ക് ഇങ്ങനെ പിന്നുത്തി വെള്ളമൊക്കെ പാകാണ്. ഉമ്മമാന്റെ ഇത് നമ്മൾ പരിഗണിക്കുന്നതാണ്. ഏതാ പല്ലൊക്കെ ഹൈലൈറ്റ് ഉണ്ട് പല്ല്. പല്ലട അത് ഇളകിട്ട് മുന്നിക്ക് നിൽക്കണേ. ാണ് ആ രസം. അതാണ് ചിരിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അതെ ഇത് വേണ്ടത് നല്ല രസമുണ്ട്. പ്രശ്നം മോളെ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാണ്. മമ്മക്ക് എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യും. അതെ നമുക്ക് ഒരേ സാധനം കൊറിയർ അയച്ചാണ് നമ്മൾ ചെന്ന് നോക്കിയാണ്. ഇതാണ് സംഭവം. പുള്ളിമാക്കെല്ലാം പറ്റിട്ടാ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമ്മളെ പേരന്റല്ലേ നമ്മുടെ പേരന്റെ പണിയാണ്. അമ്മ എല്ലാവർക്കും ടാറ്റ കൊടുത്താണ്. മമ്മ അസ്സലാമു അലൈക്കും. ടാറ്റ ബൈ ബൈ. നാളെ കാണാറ്. നാളെ കാണാം. നാളെ കാണാം. നാളെ കാണാം. ഓക്കെ ഗൈസ്. ഓക്കെ ബൈ. സാറിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട്